ഞാൻ കൊടുത്തോ ഇല്ല 500 ഞാനെന്നും വിളിക്കും വിളിക്കുന്നുണ്ട്. അല്ലാതെ ഇത് ഇന്ന് 3 പോയി തീർക്കും. ഹേ ബഡീസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നൊരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ പേഴ്സണെ ഞാൻ പിക്ക് ചെയ്തൊരു സ്ഥലത്ത് കൊണ്ടുവിടാൻ പോവാണ്. അത് കഴിഞ്ഞ് കുറച്ച് പരിപാടിയുണ്ട്, ഇവിടെ വീട്ടിലെത്തിക്കണം. എന്നിട്ട് അപ്പം ഇന്നതാണ് കേട്ടോ പരിപാടി. അപ്പോൾ ഇന്ന് എൻ്റെ ഡേയിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം എന്തായാലും നമുക്ക് വഴിയെ കാണാം. ഇല്ല കേട്ടാ ബൈ കേട്ടാ. ശരിക്കും പറഞ്ഞാൽ അവൾ രാവിലെ ഇന്നലെ എന്നെ വിളിച്ച് പറഞ്ഞതായിരുന്നു രാവിലെ കൊണ്ടുപോകണമെന്ന്. പക്ഷേ ഞാൻ താമസിച്ചു കേട്ടോ എണീറ്റപ്പം. പുതിയ കമ്പി ഇടുക എന്നാണ് തോന്നുന്നത്. ഫുള്ള് വെട്ടിയിട്ടേക്കാണ്. ഇത് കാരണമാണ് കറണ്ട് ഇല്ലാത്തോട്ടെ. എന്തൊരു ശോകമാണെന്നറിയോ. വീട്ടില് 2 ദിവസമായിട്ട് കറണ്ട് ഇല്ലെന്നേ. ഭയങ്കര ശോകം. ഈ പഴയ കമ്പി മാറ്റി പുതിയ കമ്പി ഇടുന്ന കാരണമായിരിക്കും. അവരെ വിളിക്കുമ്പോൾ പറയാം അവരൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ ഒക്കെ വരൂ എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും ഭയങ്കര ശോകം പിടിച്ച പരിപാടി കറണ്ട് ഇല്ലാത്ത. അയ്യോ, മഴ പോയി ഗൈസ്. ഞാൻ കയറിപ്പോയപ്പോഴുള്ള കാലാവസ്ഥ ഇപ്പോഴുള്ള കാലാവസ്ഥ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് സാധനം മേടിക്കാനുണ്ട്. ഇപ്പോൾ വരാറായില്ല. എന്നാൽ നമുക്ക് കുറച്ച് സാധനം മേടിച്ചോണ്ട് വന്നാലോ. എവിടുന്നാ മേടിക്കുക? അവിടെ പോവാം. ഇടിച്ചിടുവോ? കുഴപ്പമില്ല. ഇവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് സാധനം മേടിക്കാം. ഒരാഴ്ച ചേട്ടാ ഊണില്ലേ? ഒരു ഊണ്. മീൻ വറുത്തത് എന്താ ഉള്ളത്? കേരയും കൊഴുവ. വെയിറ്റിംഗ് ആണ് ഗൈസ്. ഒരു ഊണ് വാങ്ങിക്കാൻ വന്നതാണ്. ഇത് കണ്ടില്ലേ, വണ്ടി അവിടെ കിടപ്പുണ്ട് കേട്ടോ. വണ്ടിക്കകത്ത് ചെളി കണ്ടോ? മഴയായ ഇതൊരു പ്രശ്നമാണ്. ക്ലച്ച് കേബിളും കുറച്ച് കാര്യങ്ങളൊക്കെ മാറാനുണ്ട്, സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളിനി പോവാണ് ഗൈസ്. ഇത് വീട്ടിലേക്കാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വഴി പോവാം. ഈ വഴി തുറന്നിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ സാധനം മേടിച്ചു. നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ട് നിൽക്കുന്നൊരു കടയുണ്ട്. അപ്പോൾ അവിടെ പോയി ഒരു പാഴ്സൽ കൂടി വാങ്ങിക്കാനുണ്ട്. ഇത് വീട്ടിലേക്കാണ് കേട്ടോ. അപ്പം അതും കൂടെ മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സാധനം ഇവിടെ മേടിക്കാനുണ്ട്. നമുക്കൊരു പെൺഡ്രൈവ് മേടിക്കണം. പെൺഡ്രൈവ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഒരു പെൺഡ്രൈവ് മേടിക്കണം. ഇത് നെടുങ്കണ്ട ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗം കേട്ടോ. നെടുങ്കണ്ട ബസ് സ്റ്റാൻഡ് ഇവിടെയാണ്. ഇതാണ് നെടുങ്കണ്ട ബസ് സ്റ്റാൻഡ്.
കാണാനില്ലല്ലോ. വെയിറ്റ് ചെയ്യാം. പോസ്റ്റായി. ആളെ തിരിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ വീട്ടിൽ കൊണ്ടാക്കണം, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി. 2000 years later. അവളെ ഞാൻ രാവിലെ വിളിച്ചോണ്ടല്ലോ കൊണ്ടുവിട്ടിട്ട് ആള് തന്ന പൂവ് കേട്ടോ. അവിടെ രാവിലെ വെച്ചതാ, ഇതുവരെ പോയില്ല. നല്ല മഴയൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പോഴേ വെയിലാണ്. ശോകമാണ് ഇന്നത്തെ കാലാവസ്ഥ. മഴയിൽ നിന്ന് പെട്ടെന്ന് വെയിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ശോകം. കണ്ണൊക്കെ കണ്ടില്ലേ ഒരുമാതിരിയായി. പൊടിയും കൂടെ മഴ പെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ ഭയങ്കര ശോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉണങ്ങും പൊടി, ചെറിയ പൊടികൾ റോട്ടിൽ കിടക്കുന്നത് ഫുള്ള് ഉണങ്ങിയിട്ട് അത് കണ്ണിലടിക്കും. അത് പാറുന്ന സൈസ് പൊടിയാണ്, പറന്ന് കണ്ണിൽ കയറും. ഭയങ്കര ശോകമാണ്. നമ്മളിത് കണ്ടില്ലേ, വൈസർ ഫുള്ള് ശോകമായ കാരണം, വൈസർ ഒരെണ്ണം മാറാറായി. വൈസർ ശോകമായ കാരണം നമുക്കത് ഇത് അടച്ചിടാൻ പറ്റുകയില്ല. മഴയത്ത് പിന്നെ കുഴപ്പമില്ല, മഴയത്ത് ആ വൈസർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ക്ലിയറായിട്ട് കാണാൻ പറ്റും. അല്ലാത്തപ്പോൾ നമുക്ക് ഭയങ്കര ശോകമാണ്, അതിൻ്റെ വിഷയം ഭയങ്കര സീനാണ്. ഹേ ബഡീസ്, നമുക്കിന്ന് വേറൊരു വണ്ടി ഓടിക്കാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പാൻറ്റ് ഫസ്റ്റ് ഉണ്ടല്ലോ, ഈ പാൻറ്റ് ടക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം നമ്മുടെ ഫുഡ് റെസ്റ്റൊക്കെ ഒരുങ്ങും. കാല് മേപ്പത്തോട്ട് അതായത് ഉയർത്താൻ പാടായിരിക്കും. ഭയങ്കര പ്രശ്നമാണ്, ചില സമയം വീഴാൻ വരെ സാധ്യതയുണ്ട്. ഇപ്പം എനിക്കൊരനുഭവം ഉണ്ടായി. നമ്മുടെ വണ്ടിയിൽ തിരിക്കുമ്പോൾ മാത്രം അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളായിരുന്നു, പക്ഷേ ഇതിലങ്ങനെയല്ല. എവിടെ ചെന്നാലും ഇത് ആ ഫുഡ് റെസ്റ്റ് കറക്റ്റ് ഇതിലായിരുന്നതുകൊണ്ട്, അതായത് നേരെയാണ് ഇതിൻ്റെ അകത്ത് ഫുഡ് റെസ്റ്റ്. നമ്മുടെ വണ്ടിക്കകത്ത് കുറച്ച് ചെരിഞ്ഞിട്ടാണ് ബാക്കിലേക്ക്. അപ്പോൾ അത് കാരണം ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഓടിച്ചിട്ട് ഇത് ഓടിക്കുമ്പോൾ പ്രത്യേകം വേറൊരു ഇതാട്ടോ, വേറൊരു ഫീല്. ചെറുപ്പം മുതൽ അവൻ 1ാം ക്ലാസ്സിൽ വന്നപ്പോൾ തൊട്ട് ഞാൻ അവൻ്റെ കൂട്ടത്തിലാണ്. ഇതുവരെ അങ്ങനെ പിരിഞ്ഞു പോകേണ്ടൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല അച്ഛന്മാരെ. നമ്മൾ ഇത് അവൻ്റെ വീട്ടിൽ കൊണ്ടെത്തിക്കണം ബൈക്ക്. ആ ഒരു ഫീല് കിട്ടും, ത്രോട്ടിൽ ഫീൽ ചെയ്ത് ഓടിക്കാൻ പറ്റിയൊരു ബൈക്ക് തന്നെയാണ് കേട്ടോ 100-350 എന്ന് പറയുന്നത്. ത്രോട്ടിൽ ഫീൽ ചെയ്ത് നമുക്ക് ഓടിക്കാൻ പറ്റും. കണ്ടോ മോനെ, സീൻസാണ്, സീൻ സാധനമാണ്. ഓ പുള്ള് ടോർക്കാണല്ലോ മെയിൻ. സീൻ. ബാബാ അതാണ് കേട്ടോ, അവൻ എൻ്റെ വണ്ടി അവൻ്റെ വീട്ടിൽ കൊണ്ടിട്ടു. അവനിപ്പം വീട് വരെ പോയിട്ട് തിരിച്ച് സിറ്റിക്ക് വന്നതാണ്. അപ്പം ഞാൻ ഈ ബൈക്ക് അവിടെ കൊണ്ടിട്ടു. അതാണ്. നല്ലൊരു റോഡും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ കിട്ടില്ലായിരുന്നു. വാവ്, സൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളൊന്നും എങ്കിലും ഞാൻ എൻ്റെ ഒരു ചെറിയ ലളിതമായ അറിവ് വെച്ച് പറഞ്ഞതാണ് ഗൈസ്. വാവ്, സ്കിഡായി. അവിടെ നല്ല ചരലായിരുന്നു കേട്ടോ, നല്ലപോലെ സ്കിഡായി. അച്ഛനെ പിക്ക് ചെയ്യാൻ പോണു ഗൈസ്. എന്താ പരിപാടി ഇതെന്നാ കാണിക്കുന്നത്?
പോയിട്ടാ ഇത്രയും തിരക്ക് കാത്ത് മാറണം. ഞാൻ കൊടുക്കാം. ഇല്ല എന്തൊക്കെ പൈസ ഉണ്ടാവും. ബമ്പറോ എടുത്ത് വെക്കാം. വീണ്ടും വന്നിട്ട് ഈ 500 ഞാനെന്നും വിളിക്കും. വിളിക്കുമ്പോൾ വന്ന് കൊണ്ടുപോകും. അല്ലാതെ ഇത് ഇന്ന് മൂന്നാറ് പോയി തീർക്കും. അല്ലേ ഇത് ക്ഷമിച്ചു പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. 500 രൂപ ഉണ്ടാവുന്നൊക്കെ ഇച്ചിരി പാടുന്നു. അതെ അത് പണിയുന്നു. ആ സൈഡില് ഈ ഷീൽഡ് കണ്ടിരിക്കുന്ന സാധനമല്ലേ, ആ കേറുവിലൊക്കെ വരുന്ന സാധനമല്ലേ, അതായത് ആ സൈഡിലൊക്കെ വരുന്ന വളയം പോലെ ആ സൈഡ് ബീഡിങ് ആ വാട്ടർ പാത്തി ഉള്ളതല്ലേ നല്ലത്. എന്ത് സാധനമല്ലേ ഈ കേറായിട്ടിരിക്കുന്നത്. ആ മനസ്സിലായി. അല്ലല്ല മച്ചാന്മാരെ, നമ്മൾ ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഫുള്ള് വീഡിയോ ആക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യമത്തെ വീഡിയോ ആണ്, അന്നേരം അതിൻ്റേതായിട്ടുള്ള കുറവും കാര്യങ്ങളൊക്കെ കാണും. ഞാനിനിയിപ്പം വീട്ടിൽ വന്നായിരുന്നു, നേരത്തെ വീട്ടിൽ വന്നായിരുന്നു. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇറങ്ങി പോവാണ്. അപ്പം ഇനി കൂട്ടുകാരന്മാരുടെ അടുത്തോട്ട് പോവാണ്. ചായ കുടിച്ചിട്ട് കയറി വരാമെന്ന് ഓർത്തിട്ടാണ്. നമ്മുടെ ലാസ്റ്റ് അങ്ങനെയാണ് എല്ലാം കഴിയുന്നത്. ലാസ്റ്റ് ചായ കുടിക്കാൻ പോയിട്ടാണ് വരുന്നത്. അപ്പം എന്നാൽ അങ്ങനെ നടക്കട്ടെ. അപ്പം കടയിൽ ചെന്നിട്ട് ഞാൻ ബാക്കി വീഡിയോ എടുക്കാം. ഓക്കെ. എന്തൊരു ഡീസന്റ് ഭയങ്കര ഡീസന്റ്. അവിടെ നോക്കിയേ, കൊടൈക്കനാലുണ്ണി ലാൻഡ് ആയിട്ടുണ്ട്. ഉണ്ണി വന്നടാ. അച്ഛൻ അവിടെ എങ്ങനെ ഉണ്ടായതാടാ? പറയടാ, എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഹലോ മച്ചന്മാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വരെ ഉള്ളൂ. സൈനിങ് ഓഫ് ദിസ് ചാനൽ ട്രാവൽ ബഡി. ബൈ ബൈ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.